Welcome all. ഇത് ഒരു ക്വസ്റ്റ്യൻ ഡിസ്കഷൻ സെഷനാണ് ഓൺ ദി ടോപ്പിക് സ്റ്റോക്യോമെട്രി. അപ്പോൾ ഇതിൽ 3 മാർക്സ് ആണ് വെയിറ്റേജ് ആയിട്ട് വരുന്നത്. അപ്പം 3 ക്വസ്റ്റ്യൻസ് എക്സ്പെക്റ്റ് ചെയ്യാം. KWAയുടെ സിലബസിൻ്റെ വെച്ചിട്ടാണ് പറഞ്ഞത്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. അപ്പം സ്റ്റോക്യോമെട്രി ആസ് സച്ച് ഒരു ന്യൂമറിക്കൽ അല്ലെങ്കിൽ ഒരു നമുക്ക് ന്യൂമറിക്കൽ പ്രോബ്ലംസ് പ്രാക്ടീസ് ചെയ്യാൻ പറ്റുന്ന ഒരു കോഴ്സാണ് സ്റ്റോക്യോമെട്രി. അതിൽ നിന്ന് തിയറി ക്വസ്റ്റ്യൻസും വരാം, സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്സ് ക്വസ്റ്റ്യൻസും വരാം, ആസ് വെൽ ആസ് തിയറി ടൈപ്പും വരാം. പക്ഷേ പ്രിഫറൻസ് കൂടുതൽ ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻസിനായിരിക്കും. സിമ്പിൾ ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് വിത്തിൻ ദി ടൈം ഫ്രെയിം ചെയ്ത് തീർക്കാൻ പറ്റുന്ന വളരെ സിമ്പിളായിട്ടുള്ള ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻസ്. അത് യൂഷ്വലി നമ്മൾ +2 കെമിസ്ട്രിയിൽ പഠിച്ചതിൻ്റെ എക്സ്റ്റൻഷൻ തന്നെ ആയിരിക്കും വരിക. അപ്പം മൂവിങ് ഓൺ ടു ദി ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ചൂസ് ദി ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇതിൽ തെറ്റായിട്ടുള്ള ഏതാണോ ആ സ്റ്റേറ്റ്മെൻറ്റ് അത് ചൂസ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഓരോ ഓപ്ഷനിലായിട്ട് നോക്കുകയാണെങ്കിൽ, the first one, the partial pressure of a gas in a mixture is the product of total pressure and its mole fraction. അപ്പോൾ അതൊരു സ്റ്റേറ്റ്മെൻ്റ് ആണ്. അതിനെ നമ്മൾ ഇക്വേഷൻ ഫോംസിലേക്ക് മാറ്റിയാൽ ദി പാർഷ്യൽ പ്രഷറിനെ നമ്മൾ P സബ്സ്ക്രിപ്റ്റ് A എന്നാണ് യൂഷ്വലി എഴുതുക. വേപ്പർ പ്രഷർ എന്ന് പറയുകയാണെങ്കിൽ P*A എന്നോ PSA എന്നോ ഒക്കെ നമ്മൾ എഴുതാറുണ്ട്. ദാറ്റ് ഈസ് ഈക്വൽ ടു ഗ്യാസ് ആയതുകൊണ്ട് വേപ്പർ ഫേസ് മോൾ ഫ്രാക്ഷൻ YA എന്നാണ് ഡിനോട്ട് ചെയ്യുക, ഇൻറ്റു ദി ടോട്ടൽ പ്രഷർ ക്യാപിറ്റൽ P എന്നാണ് അതിൻ്റെ യൂഷ്വൽ ഡിനോഷൻ. അപ്പം PA ഈസ് ഈക്വൽ ടു YA ഇൻറ്റു P. സോ ഇറ്റ് ഈസ് ദി സിംപ്ലസ്റ്റ് നൊട്ടേഷൻ ഓഫ് ഡാൽട്ടൺസ് ലോ. ഡാൽട്ടൺസ് ലോയുടെ സിംപ്ലസ്റ്റ് നൊട്ടേഷനാണ് PA ഈക്വൽ ടു YA ഇൻറ്റു P. അപ്പോൾ അതൊരു ട്രൂ സ്റ്റേറ്റ്മെൻ്റ് ആണ്. ദി പാർഷ്യൽ പ്രഷർ ഇസ് ഈക്വൽ ടു മോൾ ഫ്രാക്ഷൻ മൾട്ടിപ്ലൈഡ് ബൈ ദി ടോട്ടൽ പ്രഷർ. അല്ലെങ്കിൽ ഒരു മിക്സ്ചർ ഓഫ് ഗ്യാസസിൽ എക്സേർട്ട് ചെയ്യുന്ന പ്രഷർ വിൽ ബി ഈക്വൽ ടു ദി മോൾ ഫ്രാക്ഷൻ. എത്രത്തോളം ആ ഗ്യാസ് ആ സിസ്റ്റത്തിലുണ്ടോ അത്രത്തോളം പാർഷ്യൽ പ്രഷർ അത് എക്സേർട്ട് ചെയ്യും. ദാറ്റ് ഈസ് ദി മീനിങ് ഓഫ് ഡാൽട്ടൺസ് ലോ. And according to Dalton's law, the total pressure exerted by a gas mixture is the sum of the partial pressures of individual components of the gas mixture. അപ്പം അതാണ് ഡാൽട്ടൺസ് ലോയുടെ ബേസിക് ഡെഫിനേഷൻ. അതിൽ നിന്നാണ് നമ്മളിത് ഡിറൈവ് ചെയ്തെടുക്കുന്നത്. അപ്പം ദി ടോട്ടൽ പ്രഷർ ഓഫ് എ മിക്സ്ചർ ഇസ് ദി സം ഓഫ് പാർഷ്യൽ പ്രഷേഴ്സ്. അപ്പം അതിൽ P1, P2, P3 എക്സെട്ര PN എല്ലാം എലമെൻറ്റ്സ് ഉണ്ടെങ്കിൽ, സോ ദി ടോട്ടൽ പ്രഷർ P വിൽ ബി ദി സം ഓഫ് ദി ഇൻഡിവിജ്വൽ പാർഷ്യൽ പ്രഷേഴ്സ്. അതായത് ഓരോ ഗ്യാസും എക്സേർട്ട് ചെയ്യുന്ന പ്രഷറിൻ്റെ സം ആയിരിക്കും ആ ഗ്യാസ് മിക്സ്ചറിൻ്റെ ടോട്ടൽ പ്രഷർ എന്ന് നമ്മൾ പറയാം. Dalton's law of partial pressures assumes that the individual component gases obey ideal gas law. അത് ട്രൂ ആണ്. ഐഡിയൽ ഗ്യാസസിന് മാത്രമേ ഡാൽട്ടൺസ് ലോ ആപ്ലിക്കബിൾ ആകുകയുള്ളൂ. സെയിം വേ ഗ്യാസ് മിക്സ്ചർ നോൺ റിയാക്റ്റീവ് ആയിരിക്കണം. റിയാക്ഷൻ ഉള്ള ഗ്യാസ് മിക്സ്ചർ ആയിരിക്കില്ല ഡാൽട്ടൺസ് ലോയിൽ. അത് ഡാൽട്ടൺസ് ലോയുടെ 2 അസംഷൻസ് ആണ്. വൈൽ ഡിറൈവിംഗ് നോൺ റിയാക്റ്റീവ് ആസ് വെൽ ആസ് ദേ ഒബൈ ഐഡിയൽ ഗ്യാസ് ലോ. ഓപ്ഷൻ സിയും ശരിയാണ്. Moving on to option D, Dalton's law of partial pressure is applicable to a gas mixture whose components obey van der Waals equation. അപ്പം van der Waals equation നോൺ ഐഡിയൽ ഗ്യാസസിന് ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ അറിയാലോ, PV is equal to nRT എന്നതാണ് ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ. van der Waals ഇക്വേഷൻ ആണെങ്കിൽ P plus A by V square into V minus NB is equal to RT അല്ലെങ്കിൽ nRT എന്നാണുള്ളതാണ്. അപ്പം ദിസ് ഈസ് ഫോർ നോൺ ഐഡിയൽ ഗ്യാസസ് അല്ലെങ്കിൽ റിയൽ ഗ്യാസസിന് ഉപയോഗിക്കുന്ന ഒരു റിലേഷനാണ് van der Waals ഇക്വേഷൻ. അപ്പം ഡാൽട്ടൺസ് ലോ നമ്മൾ ഉള്ളി ആപ്ലിക്കബിൾ ഫോർ ഐഡിയൽ ഗ്യാസസ് ആണ്. ഇൻഡിവിജ്വൽ കോമ്പണൻസ് ഐഡിയൽ ആണ് അസ്യൂം ചെയ്യുകയാണ്. ബട്ട് ഇൻ ദിസ് കേസ് ഇറ്റ് ഈസ് ഗിവൺ van der Waals ആണ് ആപ്ലിക്കബിൾ എന്നാണ്. അപ്പം ദാറ്റ് ഈസ് ദി ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ്. സോ ഓപ്ഷൻ ഡി ഈസ് ദി റൈറ്റ് ആൻസർ, which is the incorrect statement among the given statements. Moving on to the next question. ഇതൊരു സ്റ്റാൻഡേർഡ് ക്വസ്റ്റ്യൻ ആണ്, പല പേപ്പറിലും കണ്ടിട്ടുള്ളതാണ്. അഗെയിൻ ഇതിൽ
ചേഞ്ചസ് വരാനുള്ളത് യൂണിറ്റ്സിലാണ്. അപ്പം സ്റ്റോക്കിയോമെട്രിയിൽ യൂണിറ്റ് കൺവേർഷനാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഭാഗം. ഒരു യൂണിറ്റ് സെറ്റ് ഓഫ് യൂണിറ്റ്സിൽ നിന്ന് അടുത്ത സെറ്റ് ഓഫ് യൂണിറ്റ്സിലേക്ക് എങ്ങനെ കൺവേർട്ട് ചെയ്യുന്നു എന്നുള്ള ഒരു കൺവേർഷൻ. അത് കുറേയൊക്കെ നമുക്ക് ഓൺ ദി സ്പോട്ട് ഡിറൈവ് ചെയ്യാം, പക്ഷേ ചില ബേസിക് റിലേഷൻസ് നമ്മൾ അറിഞ്ഞിരിക്കണം. അത് തരില്ല ക്വസ്റ്റ്യൻ പേപ്പറിൽ. അപ്പോൾ ഇതിൽ 1 BTU എന്ന് വെച്ചാൽ ബ്രിട്ടീഷ് തെർമൽ യൂണിറ്റ് എന്നാണ് അതിൻ്റെ എക്സ്പാൻഷൻ. BTU ബ്രിട്ടീഷ് തെർമൽ യൂണിറ്റ്സ്. അത് ഹീറ്റ് എനർജി മെഷർ ചെയ്യാനുള്ളൊരു യൂണിറ്റാണ് BTU. 1 BTU is applied to 100 and equivalent നമുക്ക് ജൂൾസ്ന്നോ കിലോ ജൗൾസ്ന്നോ ഒക്കെ പറയുന്നതാണ് അതിൻ്റെ ഇക്വലൻ്റ് ഇൻ ദി SI സിസ്റ്റം. of heat is applied to 100 gram water at 30 degrees Celsius and atmospheric pressure. So atmospheric pressure ne vanitullu, you can take it as 180. There is no heat loss to the surroundings. അപ്പോൾ സറൗണ്ടിങ്സിലേക്ക് ഹീറ്റ് ഒന്നും നഷ്ടപ്പെടുന്നില്ല. ദി ടെമ്പറേച്ചർ ഓഫ് വാട്ടർ വിൽ റൈസ് ടു. അപ്പോൾ നമ്മളൊരു കണ്ടെയ്നറിൽ ഒരു 100 gram വാട്ടർ എടുത്തിട്ട് അതിൽ 1 BTU ഹീറ്റ് കൊടുത്താൽ 30 ഡിഗ്രിയിലായിരുന്നു വെള്ളം ഇനീഷ്യലി. അത് എത്ര ഡിഗ്രിയിലേക്ക് എത്തും എന്നാണ് ചോദ്യം. അപ്പോൾ അതിന് നമുക്ക് വളരെ ബേസിക് ആയിട്ടുള്ള റിലേഷൻ, ദി ഹീറ്റ് കപ്പാസിറ്റി റിലേഷൻ വെച്ചിട്ട് നമുക്ക് എഴുതാം. Q is equal to mCp ΔT. നമ്മൾ +1 മുതലേ പഠിക്കുന്ന ഒരു ഇക്വേഷനാണ്. ദി heat capacity or the Q is the amount of heat supplied, that is equal to m into Cp into ΔT. അപ്പം ഇത് സെൻസിബിൾ ഹീറ്റാണ്. എത്ര ടെമ്പറേച്ചർ ചേഞ്ചിന് ഇക്വലൻ്റ് ആയിട്ട് എത്ര ഹീറ്റ് കൊടുക്കണം എന്ന് കണ്ടുപിടിക്കുന്ന റിലേഷനാണ് Q is equal to mCp ΔT. അപ്പോൾ ഇതിൽ Q നമുക്ക് തന്നിട്ടുണ്ട്, m അറിയാം, ΔT will be T minus 30. അപ്പം അതിൽ T ആണ് നമുക്ക് എസ്റ്റിമേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് Cp അറിയില്ല. അപ്പം വാട്ടർ ഒരു വളരെ കോമൺ ആയിട്ടുള്ളൊരു എൻറ്റിറ്റി ആയതുകൊണ്ട് വാട്ടറിൻ്റെ Cp നമ്മൾ ഓർത്തിരിക്കണം. ഇറ്റ് വിൽ നോട്ട് ബി ഗിവൺ ഇൻ മോസ്റ്റ് കേസസ്. അപ്പോൾ Cp ഓഫ് വാട്ടർ will be 4.187 kilojoule per kilogram Kelvin. ഇതാണ് വാട്ടറിൻ്റെ Cp. അല്ലെങ്കിൽ അതിന് ഇക്വലൻ്റ് ആയിട്ട് 4.2 എന്ന് പറയാം. കിലോജൂൾ പെർ കിലോഗ്രാം കെൽവിനോ അല്ലെങ്കിൽ ജൂൾ പെർ ഗ്രാം കെൽവിനിലും നമുക്ക് സെയിം. കിലോ ജൂൾ രണ്ടിടത്തുനിന്നും കളഞ്ഞാൽ കിലോ പോയാൽ ജൂൾ പെർ ഗ്രാം കെൽവിനിലും ഇറ്റ് ഈസ് 4.2. അപ്പോൾ അതാണ് വാട്ടറിൻ്റെ Cp. അപ്പോൾ ഇനി Q ഉള്ളത് 1 BTU ആണ്. അപ്പം BTUവിനെ നമ്മൾ എയ്തർ ജൂൾസിലേക്കോ കിലോ ജൂൾസിലേക്കോ കൺവേർട്ട് ചെയ്യണം. അപ്പോൾ അതിനുള്ള സ്റ്റാൻഡേർഡ് റിലേഷൻ 1 BTU is equal to 1.05506 kilojoules എന്നാണ് ആ കൺവേർഷൻ. അപ്പം ഒരു BTU is equivalent to 1.05506 kilojoules. അല്ലെങ്കിൽ ഇത്രയും വലുത് ഡെസിമൽസ് വേണ്ട, അപ് ടു 3 വെച്ച് ട്രങ്കേറ്റ് ചെയ്യാം. 1.055 എന്ന് ആയാലും കുഴപ്പമില്ല. 06 എലിമിനേറ്റ് ചെയ്യാം. അപ്പോൾ ദിസ് ഇസ് എ വെരി ഇമ്പോർട്ടൻറ്റ് റിലേഷൻ. പലപ്പോഴും റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചിട്ടുള്ളതാണ് BTU ടു കെൽവിൻ കൺവേർഷൻ. അപ്പോൾ അതിൽ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആയിട്ട് തന്നെ ചോദിക്കാം, വിച്ച് അമംഗ് ദി ഫോളോയിങ് ഇസ് ദി റൈറ്റ് കൺവേർഷൻ. അപ്പം പല യൂണിറ്റ്സിലേക്കും BTUവിനെ കൺവേർട്ട് ചെയ്യുന്നതായിട്ട് നമുക്ക് തരാം. അപ്പോൾ ഏതെങ്കിലും ഒന്ന് പഠിച്ചു വെച്ചാൽ അതിനെ അടുത്തതിലേക്ക് കൺവേർട്ട്, ഇപ്പോൾ ചിലപ്പോൾ കാലറീസിലേക്കായിരിക്കും ചോദ്യം. അപ്പോൾ ജൂൾസിനെ കാലറീസിലേക്ക് മാറ്റാൻ അറിഞ്ഞാൽ ആ കൺവേർഷന് നമുക്ക് അപ്ലൈ ചെയ്യാം. അപ്പോൾ ഇതൊക്കെയാണ് ഈ ക്വസ്റ്റിന് വേണ്ട ഡേറ്റ. അപ്പോൾ Q ഗിവൺ ആണ്. അപ്പം BTUവിനെ ഞാൻ കിലോ ജൂൾസിലേക്ക് മാറ്റിയാൽ 1.05506 കിലോ ജൂൾസ് ആണ്. ഇനി മാസ് ഓഫ് ദി വാട്ടർ 100 gram ആണ്. അപ്പം ഞാനിവിടെ Cp എടുക്കുന്നത് കിലോഗ്രാമിലാണ്. അപ്പം 100 ഗ്രാമിനെ ഞാൻ കിലോഗ്രാമിലേക്ക് മാറ്റണം. ദാറ്റ് വിൽ ബി 100 grams ആയിരുന്നു. അപ്പം ഗ്രാമിനെ കിലോഗ്രാമിലേക്ക് മാറ്റണം. അപ്പം 1 kilogram is equivalent to 1000 grams. അപ്പോൾ അതിനെ ഞാൻ 1/1000 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. ഇനി Cp 4.2 കിലോ ജൂൾ പെർ കിലോഗ്രാം കെൽവിനാണ്. ഇനി ടെമ്പറേച്ചർ ഐ വിൽ ടേക്ക് ഇറ്റ് ആസ് 3 - 30. അപ്പോൾ ഈ ടെമ്പറേച്ചർ നമ്മളിവിടെ ചോദിക്കുന്നത് ഡിഗ്രി സെൽഷ്യസിലല്ലേ എടുക്കുന്നതെന്ന്. അപ്പോൾ ഇത് Tയും ഡിഗ്രി സെൽഷ്യസിലാണ്. അപ്പോൾ ഹിയർ ഇറ്റ്സ് ബേസിക്കലി എ ഡിഫറൻസ് ഇൻ ടെമ്പറേച്ചർ. അപ്പം കെൽവിൻ ടു സെൽഷ്യസ് കൺവേർഷൻ അറിയാമല്ലോ, ഡിഗ്രി സെൽഷ്യസ് +273 ആണ്
ഡിഗ്രി കെൽവിനിലേക്ക് നമുക്ക് മാറ്റുന്നത്. അപ്പോൾ ഇവിടെ ഒരു +273 വരും, ഇവിടെയും +273 വരും. നെഗറ്റീവ് സൈൻ ആയതുകൊണ്ട് ആ 273 ക്യാൻസൽ ആയി പോകും. അപ്പം സെയിം യൂണിറ്റ്സ് തന്നെ നമുക്ക് എടുക്കാം. പക്ഷേ ഇപ്പം ഫാരൻഹൈറ്റോ അതുപോലത്തെ വേറെ ഏതെങ്കിലും മൾട്ടിപ്ലിക്കേഷൻ വരുന്ന സമയത്ത് അപ്പോൾ അവിടെ നമ്മൾ ആ കറസ്പോണ്ടിങ് യൂണിറ്റ്സ് ഫാക്ടർ ഇൻ ചെയ്യണം. അപ്പം സെൽഷ്യസ് ടു കെൽവിനിൽ ഡെൽറ്റ ഡിഗ്രി സി ഈസ് ഈക്വൽ ടു ഡെൽറ്റ ഡിഗ്രി കെ എന്ന് നമുക്ക് പറയാം. ഓക്കെ, അതായത് ഡിഗ്രി സെൽഷ്യസിലുള്ള ഒരു ടെമ്പറേച്ചർ ഡിഫറൻസിനെ നമ്മൾ ഡിഗ്രി കെൽവിനിൽ ഉള്ളൊരു ടെമ്പറേച്ചർ ഡിഫറൻസ് ആയിട്ട് മാറ്റുമ്പോൾ ഇറ്റ് വിൽ ബി ദി സെയിം. ആ +273 എന്നൊരു ഫാക്ടർ സിംപ്ലി ഡ്രോപ്പ് ചെയ്താൽ മതി. അപ്പോൾ ഇനി ജസ്റ്റ് ഇത് മാറ്റർ ഓഫ് റീഅറേഞ്ച്മെൻ്റ് ആണ്. ഗ്രാം ക്യാൻസൽ ചെയ്യാം, കിലോഗ്രാം ക്യാൻസൽ ചെയ്യാം, കെൽവിനും ഇവിടുത്തെ ടെമ്പറേച്ചറും തമ്മിൽ ക്യാൻസൽ ചെയ്യാം, കെൽവിൻ എടുക്കാം, കിലോ ജൂൾസ് ക്യാൻസൽ ചെയ്യാം. അപ്പോൾ യൂണിറ്റ് വൈസ് ഇറ്റ് ഈസ് ബാലൻസ്ഡ്. അപ്പോൾ ഇനി ബാക്കിയുള്ളതിനെ റീഅറേഞ്ച് ചെയ്താൽ മതി. ഇവിടെ നിന്നൊരു 100ഉം ഇവിടുത്തെ 2 ക്യാൻസൽ ചെയ്താൽ സോ ഇറ്റ് വിൽ ബി 1.05506 ഇൻറ്റു 10 ഡിവൈഡഡ് ബൈ 4.2 പ്ലസ് 30 ഈസ് ഈക്വൽ ടു T എന്ന് കിട്ടും. അപ്പോൺ സിംപ്ലിഫിക്കേഷൻ T will be 32.52 degree Celsius എന്ന് കിട്ടും. ഓക്കെ, T is 32.5 degree Celsius. So right answer is option C, 32.52 degree Celsius. Next question, a solution of NaOH is prepared by dissolving 40 gram NaOH in 90 gram water. The composition of NaOH in the solution is mole fraction and mass fraction are approximately. So idum a basic mole fraction, mass fraction, molality, normality അതൊക്കെ ഡിഫറെൻറ്റ് വേസ് ടു എക്സ്പ്രസ് കോമ്പോസിഷൻ ആണ്. അപ്പോൾ അതിൻ്റെ ഒരു ക്വസ്റ്റ്യൻ ആണിത്. ദിസ് ഇസ് ദി വെരി ബേസിക് മോസ്റ്റ് സിമ്പിൾ ക്വസ്റ്റ്യൻ എന്നൊക്കെ വേണമെങ്കിൽ പറയാം. അപ്പോൾ നമുക്ക് വേണ്ട 2 ടേംസ്, ഒന്ന് മോൾ ഫ്രാക്ഷനും മറ്റേത് മാസ് ഫ്രാക്ഷനുമാണ്. അപ്പോൾ മോൾ ഫ്രാക്ഷൻ്റെ ഫോർമുല എന്താണ്? മോൾ ഫ്രാക്ഷൻ ഇസ് ഈക്വൽ ടു മോൾ ഫ്രാക്ഷൻ ഓഫ് NaOH ആണ്. അപ്പോൾ ഓഫ് NaOH എന്ന് എഴുതിയാൽ ദിസ് വിൽ ബി moles of NaOH divided by moles of NaOH plus ബാക്കിയുള്ള ആരാണ്? മോൾസ് ഓഫ് വാട്ടർ ആണ്. അപ്പം സിസ്റ്റത്തിൽ അല്ലെങ്കിൽ ടോട്ടൽ നമ്പർ ഓഫ് മോൾസ് എന്നാണ് ഡിനോമിനേറ്ററിൽ പറയുന്നത്. അപ്പോൾ ഇവിടെ NaOHും വാട്ടറേ ഉള്ളൂ. അപ്പോൾ മോൾസ് ഓഫ് NaOH പ്ലസ് മോൾസ് ഓഫ് വാട്ടർ. ഇനി മാസ് ഫ്രാക്ഷൻ എങ്ങനെയാണ് ഡിഫൈൻ ചെയ്യുക? മാസ് ഫ്രാക്ഷൻ ഓഫ് NaOH ആണ്. അപ്പോൾ NaOH ന്യൂമറേറ്ററിൽ വരണം, മാസ് അല്ലെങ്കിൽ വെയിറ്റ് ഫ്രാക്ഷൻ. അപ്പോൾ മാസ് ഓഫ് NaOH ഡിവൈഡഡ് ബൈ മാസ് ഓഫ് NaOH പ്ലസ് മാസ് ഓഫ് വാട്ടർ. ഓക്കെ, അതാണ് ഡയറക്റ്റ് റിലേഷൻ. വളരെ സിമ്പിളായിട്ടുള്ള ഒരു റിലേഷനാണ് ബിറ്റ്വീൻ മോൾ ഫ്രാക്ഷൻ ആൻഡ് മാസ് ഫ്രാക്ഷൻ. ഇതിന് എല്ലാ ഡേറ്റയും ക്വസ്റ്റ്യനിൽ തന്നെ അവൈലബിൾ ആണ്. അപ്പോൾ ആദ്യം മാസ് ഫ്രാക്ഷൻ കണ്ടുപിടിക്കുക. അപ്പോൾ മാസ് ഓഫ് NaOH ഗിവൺ ആണ് 40 grams. യൂണിറ്റ്സ് എല്ലാം സെയിം ആണോ എന്ന് മാത്രം ചെക്ക് ചെയ്താൽ, അപ്പോൾ ഗ്രാം കിലോഗ്രാമിലൊക്കെ തന്നാൽ കൺവേർട്ട് ഇൻറ്റു ഇക്വലൻറ്റ് യൂണിറ്റ്സ്. ഡിവൈഡഡ് ബൈ 40 gram പ്ലസ് 90 gram. അപ്പോൾ ഗ്രാം എല്ലായിടത്തും ക്യാൻസൽ ചെയ്യും. സോ യൂണിറ്റ്സ് ആർ കൺസിസ്റ്റൻറ്റ്. സോ 40 ഡിവൈഡഡ് ബൈ 130, സോ ദാറ്റ് വിൽ ബി 0.31 എന്ന് കിട്ടും. മാസ് ഫ്രാക്ഷനും മോൾ ഫ്രാക്ഷനും യൂണിറ്റ്സ് ഇല്ല, they will cancel out. ഇനി മോൾ ഫ്രാക്ഷൻ വേണമെങ്കിൽ കൺവേർട്ട് ടു ഇക്വലൻ്റ് മോൾസ്. അപ്പോൾ മോൾസിലേക്ക് മാറ്റണമെങ്കിൽ കൺവേർഷൻ അറിയാലോ, ഗിവൺ മാസ് ഡിവൈഡഡ് ബൈ മോളാർ മാസ്. അതാണ് ദി കൺവേർഷൻ ഫ്രം മാസ് ടു മോൾസ്. അപ്പോൾ ഗിവൺ മാസ് ഇറ്റ് ഈസ് ഗിവൺ 40 ഗ്രാമും 90 ഗ്രാമും. അപ്പം മോൾസ് ഓഫ് NaOH എടുക്കുകയാണെങ്കിൽ ഗിവൺ മാസ് ഓഫ് NaOH ഇസ് 40 gram. ഇനി മോളാർ മാസ്, അപ്പോൾ NaOH ആണ്, സോഡിയം 23.5 ആണ്. അപ്പോൾ 23 ആയിട്ട് എടുക്കാം. മോളിക്കുലർ വെയിറ്റ് പ്ലസ് ഓക്സിജൻ ഇസ് 16, ഹൈഡ്രജൻ ഇസ് 1. അപ്പം 40 ഡിവൈഡഡ് ബൈ 40, ദാറ്റ് ഈസ് 1 mole. ദെൻ മോൾസ് ഓഫ് H2O, that will be given mass 90 gram divided by molecular mass. H2O ആണ്, അപ്പം 2 plus 16.
18 ആണ്. That will be 90 divided by 18, 5 mole. So this equation is substitute ചെയ്താൽ moles of NaOH 1 divided by 1 plus 5, that is 1 by 6 or 0.167. അപ്പം 0.167 0.31 ആണ് ആൻസേഴ്സ് റെസ്പെക്റ്റീവ്ലി. അപ്പോൾ ആദ്യം മോൾ ഫ്രാക്ഷൻ പിന്നെ മാസ്സാണ്. അപ്പോൾ ഓർഡറും കൂടെ ശ്രദ്ധിക്കുക. അപ്പോൾ 0.167, 0.31, 0.167, 0.31. So option D is the right answer. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇതൊരു കോമൺ ടൈപ്പാണ്, ദി വേരിയസ് ഗ്യാസ് ലോസ്. അപ്പം ചാൾസ് ലോ, ബോയിൽസ് ലോ, അവഗാഡ്രോസ് ലോ, അങ്ങനത്തെ ലോസ് എല്ലാം കമ്പൈൻ ചെയ്ത് കിട്ടുന്ന ലോ ആണ് ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ. അപ്പോൾ അതിൽ ആ ഗ്യാസ് ലോസിലെ ഒരു ലോയുടെ ആപ്ലിക്കേഷനാണിത്. എക്സാമ്പിൾ ഓഫ് ഗ്യാസ് at 27 degrees Celsius and 1 atm occupies a volume of 5 liter. The volume occupied by the same gas sample at 47 degrees Celsius is. അപ്പോൾ ഇത് ഏറ്റവും സിമ്പിളായിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. ടെമ്പറേച്ചർ ഞാൻ T1 എടുക്കുകയാണ്. T1 27 ഡിഗ്രി സെൽഷ്യസ് ആണ്. പ്രഷർ 1 atm ആണ്. ആ കണ്ടീഷൻസിലുള്ള വോളിയം V1 is 5 liter. The volume occupied by the same gas at 47 degrees. അപ്പം T2 is 47 degrees Celsius. P-നെ കുറിച്ചൊന്നും പറഞ്ഞിട്ടില്ല, സോ വി ക്യാൻ അസ്യൂം ഇറ്റ് ടു ബി അറ്റ് ദി സെയിം പ്രഷർ. V2 എത്ര എന്നാണ് ചോദ്യം. അപ്പോൾ ഇത് വോളിയം ടെമ്പറേച്ചർ റിലേഷൻ ഉണ്ട്. വോളിയം ഇസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ടെമ്പറേച്ചർ. ചാൾസ് ലോയുടെ ഒരു എക്സ്റ്റൻഷനാണ്. അല്ലെങ്കിൽ ഇതിനെ പ്രൊപ്പോർഷണാലിറ്റി മാറ്റിയാൽ V1 ഡിവൈഡഡ് ബൈ V2 ഈസ് ഈക്വൽ ടു T1 ഡിവൈഡഡ് ബൈ T2. അപ്പം V2 ആണ് വേണ്ടത്. സോ V2 വിൽ ബി V1 ഇൻറ്റു T2 ഡിവൈഡഡ് ബൈ T1. അപ്പോൾ ഇതിൽ എല്ലാവരും കോമൺ ആയിട്ട് വരുത്തുന്ന ഒരു മിസ്റ്റേക്കാണ് ഈ ഗിവൺ ഡേറ്റ ഇതിലേക്ക് ഡയറക്റ്റ്ലി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ആൻസർ കണ്ടുപിടിക്കുക. അപ്പം വോളിയത്തിന് ഇപ്പം 5 ലിറ്റർ ഇടും, ടെമ്പറേച്ചർ T2 വിൽ ബി 47, T1 വിൽ ബി 27. അപ്പോൾ അങ്ങനെ ചെയ്ത് കിട്ടുന്ന ആൻസറും ഓപ്ഷനിലുണ്ടാവും. ദാറ്റ് ഈസ് ദി യൂഷ്വൽ തിങ്. പക്ഷേ അത് തെറ്റാണ്. കാരണം നമ്മൾ തെർമോഡൈനാമിക്സിലെ ഏത് ഒരു ടെമ്പറേച്ചർ അല്ലെ ഏതൊരു റിലേഷൻ എടുത്താലും അതിലെ ടെമ്പറേച്ചറിൻ്റെ യൂണിറ്റ്സ് എപ്പോഴും അബ്സല്യൂട്ട് ടെമ്പറേച്ചറാണ്, അല്ലെങ്കിൽ ഇറ്റ്സ് യൂണിറ്റ് വിൽ ബി ഓൾവേസ് ഇൻ കെൽവിൻ. അപ്പോൾ എപ്പോഴും കെൽവിൻ യൂണിറ്റ്സിലെ ടെമ്പറേച്ചർ ആയിരിക്കും ഏതൊരു തെർമോഡൈനാമിക്. ഇപ്പം ഐഡിയൽ ഗ്യാസ് PV ഈക്വൽ ടു nRT എടുത്താലും അതുപോലെ ഏതൊരു തെർമോഡൈനാമിക് റിലേഷൻ എടുത്താലും അതിലെ ടെമ്പറേച്ചറിൻ്റെ യൂണിറ്റ്സ് വിൽ ഓൾവേസ് ബി ഇൻ അബ്സല്യൂട്ട് ടെമ്പറേച്ചർ, അല്ലെങ്കിൽ ഇറ്റ് ഈസ് ഓൾവേസ് ഇൻ കെൽവിൻ. അപ്പം വാട്ട് എവർ ഇസ് ദി ഗിവൺ ടെമ്പറേച്ചർ ഇറ്റ് മസ്റ്റ് ബി കൺവേർട്ടഡ് ടു കെൽവിൻ ബിഫോർ സബ്സ്റ്റിറ്റ്യൂഷൻ. അപ്പം കെൽവിനിലേക്ക് മാറ്റിയിട്ട് മാത്രമേ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാവുള്ളൂ. അപ്പോൾ അറിയാലോ, ഡിഗ്രി കെൽവിൻ is equal to degree Celsius plus 273. ഇവിടെ ഡിഫറൻസ് ഓഫ് ടെമ്പറേച്ചർ അല്ല, അപ്പം യൂണിറ്റ് ചേഞ്ച് എന്തായാലും ഉണ്ടാവും. സിൻസ് ഇറ്റ് ഇസ് മൾട്ടിപ്ലൈഡ് ഓർ ഡിവൈഡ്, അഡിഷൻ പാർട്ട് നമുക്ക് ക്യാൻസൽ ചെയ്ത് കളയാൻ പറ്റില്ല. സോ V1 is 5 liter into T2 will be 47 plus 273 divided by T1 is 27 plus 273. അപ്പം this will give you the right answer. അല്ലാതെ സിംപ്ലി 47/27 ഇട്ടാൽ ആൻസർ തെറ്റായിരിക്കും. പക്ഷേ ആ ഉത്തരവും ഓപ്ഷൻസിൽ ഉണ്ടാവും. സോ യു വിൽ നാച്ചുറലി മാർക്ക് ദാറ്റ്. ബട്ട് ഓൾവേസ് ടെമ്പറേച്ചർ കൺവേർട്ട് ഇറ്റ് ഇൻ ടു അബ്സല്യൂട്ട് സ്കെയിൽ ഫോർ എനി തെർമോഡൈനാമിക് റിലേഷൻ. ഓക്കെ, സോ ദിസ് വെൻ യു സോൾവ് ഇറ്റ് നമുക്ക് 5.33 ലിറ്റേഴ്സ് എന്ന് കിട്ടും. ആൻഡ് ദാറ്റ് മേക്ക് സെൻസ്. അപ്പോൾ 5 ലിറ്റർ ഉള്ളത് 47 ഡിഗ്രി സെൽഷ്യസ് ആയപ്പോഴത്തേക്ക് 5.33 ലിറ്ററൊക്കെ എക്സ്പാൻഡ് ചെയ്തിട്ടുണ്ട്. So 5.33 liter will be the right answer. അപ്പോൾ മറ്റേ ആൻസറും ഇതിലുണ്ടാവും. അപ്പോൾ അത് ചെക്ക് ചെയ്യണമെങ്കിൽ നോക്കിയാൽ മതി വെറുതെ. 47 into 5 divided by 27 ഓൾമോസ്റ്റ് 8-നടുത്ത് വരുന്നൊരു ആൻസർ ആയിരിക്കും. 8.7 അത് ഓപ്ഷനിലുണ്ടാവും. സോ അത് ദാറ്റ് ഈസ് നോട്ട് ദി റൈറ്റ് ആൻസർ ബിക്കോസ് ടെമ്പറേച്ചർ മസ്റ്റ് ഓൾവേസ് ബി കൺവേർട്ടഡ്. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, the weight fraction of methanol in an aqueous solution is 0.64, then the mole fraction of methanol is. അപ്പം വെയ്റ്റ് ഫ്രാക്ഷൻ തന്നിട്ടുണ്ട്, അതിൽ നിന്ന് മോൾ ഫ്രാക്ഷൻ എത്ര എന്നാണ് ചോദിച്ചിരിക്കുന്നത്.
വെയ്റ്റ് ഫ്രാക്ഷൻ ഇസ് സെയിം ആസ് മാസ് ഫ്രാക്ഷൻ. അപ്പം അത് നമ്മൾ സ്റ്റോക്കിയോമെട്രിയിലെ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യുമ്പോൾ ദർ ഇസ് സംതിങ് കോൾഡ് ആസ് എ ബേസിസ്. അപ്പം ബേസിസ് നമ്മൾ ആദ്യം ഡിഫൈൻ ചെയ്യും, അല്ലെങ്കിൽ വേർ ആർ വി സ്റ്റാർട്ടിങ് അവർ കാൽക്കുലേഷൻ, അതൊരു അസംഷനായിട്ട് വേണമെങ്കിൽ നമുക്ക് പറയാം. അപ്പം ഞാൻ എൻ്റെ ബേസിസ് 100 gram ഓഫ് അക്വസ് സൊല്യൂഷൻ എടുക്കുകയാണ്. ഓക്കെ, എനിക്ക് 100 gram അക്വസ് സൊല്യൂഷൻ ഉണ്ട്. അപ്പം വെയ്റ്റ് ഫ്രാക്ഷൻ ഇസ് ഗിവൺ ടു മീ 0.64 ആണ് വെയ്റ്റ് ഫ്രാക്ഷൻ. അപ്പം 100 gram സൊല്യൂഷനിൽ വെയ്റ്റ് ഫ്രാക്ഷൻ 0.64 എന്ന് മീൻ ചെയ്താൽ ഇറ്റ് വിൽ ഹാവ് 64 grams methanol. methanol CH3OH ആണ്, ആൻഡ് 36 gram of water. So this is the meaning. അപ്പം ഞാനിത് 100 gram ആയിട്ട് അസ്യൂം ചെയ്തുകൊണ്ടാണ്. അപ്പോൾ യു ക്യാൻ ടേക്ക് 1000 gram അല്ലെങ്കിൽ 1 gram, വിച്ച് എവർ ഇസ് കൺവീനിയൻറ്റ് ഫോർ യു എടുക്കാം. ഇനി ഇത് മാസ് ഫ്രാക്ഷനിലേക്ക് മാറ്റിയാൽ ഇറ്റ് വിൽ ബി സിംപ്ലി 64 ഡിവൈഡഡ് ബൈ 64 പ്ലസ് 36, ദാറ്റ് ഈസ് അഗെയിൻ 0.64. അപ്പോൾ അത് സാറ്റിസ്ഫൈഡ് ആണ്. സോ ദിസ് ഈസ് എ വാലിഡ് അസംഷൻ. അപ്പോൾ 100 gram അക്വ സൊല്യൂഷൻ ഓഫ് നമ്മുടെ ഈ ക്വസ്റ്റ്യനിലുള്ള അത്രയും സൊല്യൂഷൻ ഞാൻ എടുക്കുകയാണ്. അപ്പം 64 grams ഓഫ് മെത്തനോൾ കിട്ടും, ആൻഡ് 36 grams ഓഫ് വാട്ടർ അതിലുണ്ടാവും. ഇനി ഐ വോണ്ട് ടു കൺവേർട്ട് ഇറ്റ് ഇൻ ടു മോൾ ഫ്രാക്ഷൻ ഓഫ് മെത്തനോൾ. അപ്പം മോൾ ഫ്രാക്ഷനെ ഞാൻ MF എന്ന് എഴുതിയാൽ മോൾ ഫ്രാക്ഷൻ ഓഫ് മെത്തനോൾ എന്നാണ് ചോദ്യം. ദാറ്റ് വിൽ ബി മോൾസ് ഓഫ് മെത്തനോൾ ഡിവൈഡഡ് ബൈ മോൾസ് ഓഫ് methanol പ്ലസ് മോൾസ് ഓഫ് വാട്ടർ. ഓക്കെ, ഇതാണ്. ഇനി മോൾസ് ഓഫ് മെത്തനോൾ എങ്ങനെ കണ്ടുപിടിക്കാം? മോൾസ് ഓഫ് CH3OH. അപ്പം ദാറ്റ് വിൽ ബി ഗിവൺ മാസ് ഡിവൈഡഡ് ബൈ മോളാർ മാസ് ആണ്. അപ്പം ഗിവൺ മാസ് നമ്മുടെ അസംഷൻ എടുത്തത് കൊണ്ട് വി നോ ദി ഗിവൺ മാസ് 64 grams. അപ്പം 64 gram ഡിവൈഡഡ് ബൈ മോളാർ മാസ് CH3OH ആണ്. അപ്പം 12 പ്ലസ് 3 പ്ലസ് 16 പ്ലസ് 1, ഇറ്റ് വിൽ വർക്ക് ഔട്ട് ടു ബി 32. അപ്പം 64 ഡിവൈഡഡ് ബൈ 32, 2 moles എന്ന് കിട്ടും. ഇനി സെയിം വേ മോൾസ് ഓഫ് വാട്ടർ എടുക്കുകയാണെങ്കിൽ ഗിവൺ മാസ് ഡിവൈഡഡ് ബൈ മോളാർ മാസ്. ഗിവൺ മാസ് ഇസ് 36 gram. molar mass water under the 16 plus 2, 18 gram. So that is also 2 moles. Then 2 mole water 2 moles of methanol ഉള്ളതാണ് നമ്മുടെ സിസ്റ്റം. അപ്പോൾ മോൾ ഫ്രാക്ഷൻ കണ്ടുപിടിച്ചാൽ 2 divided by 2 plus 2 അല്ലെങ്കിൽ 2 by 4 or 1 by 2, that is 0.5. The mole fraction is equal to 0.5 will be the right answer. Less than alla, between alla, greater alla, it is equal to 0.5. Next question, how many molecules of nitrogen will be present in 28 grams of nitrogen at standard temperature and pressure? Standard temperature and pressure എന്ന് ഉദ്ദേശിച്ചത് STP എന്ന് കാണിക്കാൻ മാത്രമാണ്. അപ്പം അത് ജസ്റ്റ് മോൾസിൻ്റെ ഡെഫിനിഷൻ ഓർത്താൽ മതി. അപ്പം 1 mole of any substance will have Avogadro number of particles or atoms or molecules at STP. ഇതാണ് ഒരു മോളിൻ്റെ ഡെഫിനിഷൻ. ഓക്കെ, അപ്പോൾ അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടേം ഉണ്ട്, അവഗാഡ്രോ നമ്പർ. അപ്പോൾ അതിനെ നമ്മൾ N സബ്സ്ക്രിപ്റ്റ് എന്നാണ് പറയുക. ദാറ്റ് 6.023 അല്ലെങ്കിൽ 022 ഇൻറ്റു 10⁻23. അപ്പോൾ ആറ്റംസ് ആകാം, മോൾസ് ആകാം, പാർട്ടിക്കിൾസ് ആകാം, എന്ത് വേണമെങ്കിലും ആകാം. അപ്പോൾ ഒരു മോളിൽ ഇത്രയും പാർട്ടിക്കിൾസ് അല്ലെങ്കിൽ മോളിക്യൂൾസ് ഉണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് 28 gram നൈട്രജൻ ഉണ്ടെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം നൈട്രജൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. നൈട്രജൻ ബൈ ഡിഫോൾട്ട് ഇസ് N2, നൈട്രജൻ മോളിക്യൂളാണ്. അപ്പം N2ൻ്റെ മോളിക്കുലാർ വെയിറ്റ് 28 ആണ്. അപ്പം ഗിവൺ നമ്പർ ഓഫ് മോൾസ് കണ്ടുപിടിച്ചാൽ മോൾസ് ഓഫ് നൈട്രജൻ ഗിവൺ മാസ് 28 gram ഡിവൈഡഡ് ബൈ മോളിക്കുലാർ വെയിറ്റ് 28 ആണ്. അപ്പം 1 mole ഓഫ് N2 എന്നാണ് കിട്ടുക. അപ്പം ഒരു മോൾ N2യിൽ അവഗാഡ്രോ നമ്പർ ഓഫ്
മോളിക്യൂൾസ് ആറ്റംസ് ഉണ്ടാവും എന്നാണ്. അപ്പോൾ ഇത് N2 ആയതുകൊണ്ട് ഇറ്റ് വിൽ ബി N2 മോളിക്യൂൾസ് ആണ്. അപ്പോൾ ഇറ്റ് വിൽ ഹാവ് അവഗാഡ്രോ നമ്പർ ഓഫ് മോളിക്യൂൾസ്. അപ്പോൾ 6.023 × 10⁻23 മോളിക്യൂൾസ് ഓഫ് നൈട്രജൻ. ഓക്കെ, അപ്പോൾ അതാണ് ആൻസർ. ബേസിക് കെമിസ്ട്രി ആണ്, ഡെഫിനിഷൻ ഓഫ് മോൾ, അവഗാഡ്രോ നമ്പർ എക്സെട്ര. Next question. Methane is mixed with stoichiometric proportions of oxygen and completely combusted. The number of additional specifications required to determine the product flow rate and composition is. അപ്പോൾ റിയാക്ഷൻ ഒന്ന് എഴുതി നോക്കാം. മീഥെയിൻ്റെ കംപ്ലീറ്റ് കമ്പഷൻ ആണ്. മീഥെയിൻ when combusted with oxygen will give you carbon dioxide and water. ഏത് ഓർഗാനിക് കോമ്പൗണ്ട് കമ്പസ്റ്റ് ചെയ്താലും the products will be carbon dioxide and water. ബാലൻസ് ചെയ്യണമെങ്കിൽ you can balance it. So this is the balanced reaction. അപ്പോൾ മീഥെയിൻ is burned with stoichiometric proportions of oxygen. അപ്പം ഇതാണ് 1 mol മീഥെയിൻ ആണെങ്കിൽ ബേസിസ് ഞാൻ 1 mol മീഥെയിൻ എടുക്കുകയാണ്. അപ്പം ബേസിസ് 1 mol of methane എടുക്കുകയാണെങ്കിൽ it will be 2 moles of oxygen. That is the meaning of stoichiometric proportion of oxygen. അപ്പോൾ എത്ര മീഥെയിൻ ഉണ്ടോ അതിന് സ്റ്റോക്കിയോമെട്രിക്കലി ബേൺ ചെയ്ത് തീർക്കാൻ എത്ര ഓക്സിജൻ വേണോ അത്രയും നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നു. ദാറ്റ് ഇസ് ദി മീനിങ്. ആൻഡ് കംപ്ലീറ്റ്ലി കമ്പസ്റ്റഡ്. അപ്പോൾ കംപ്ലീറ്റ്ലി കമ്പസ്റ്റഡ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ദ ഓൺലി പ്രൊഡക്റ്റ് വിൽ ബി കാർബൺ ഡയോക്സൈഡ് എന്നാണ് നമുക്ക് പറയാൻ പറ്റുക. അപ്പോൾ ദെയർ വോണ്ട് ബി കാർബൺ മോണോക്സൈഡ് ഓർ അൺബേൺഡ് CH4 ഒന്നും ഉണ്ടാവില്ല എന്നർത്ഥം. ഓക്കെ. Then the number of additional specifications required to determine the product flow rate and composition. Product flow rate വേണമെങ്കിൽ ഒരു 1 hour ഓപ്പറേഷൻ എടുത്താൽ എത്ര പ്രൊഡക്ട്സ് കിട്ടുന്നു ഡിവൈഡഡ് ബൈ അവേഴ്സ് ചെയ്താൽ പ്രൊഡക്റ്റ് ഫ്ലോ റേറ്റ് കിട്ടും. ആൻഡ് കമ്പോസിഷൻ ഇറ്റ് വിൽ ബി ഹാവിങ് CO2 bar H2O. അപ്പോൾ എത്ര CO2 അല്ലെങ്കിൽ എത്ര H2O ഉണ്ടായെന്ന് അറിയണമെങ്കിൽ യു ജസ്റ്റ് നീഡ് ടു ബാലൻസ് ദ റിയാക്ഷൻ. ഒരു കാർബൺ ബാലൻസും ഓക്സിജൻ ബാലൻസും എടുത്താൽ we can find out how much of CO2 and how much, അല്ലെങ്കിൽ ഇപ്പോൾ 1 mol CH4 ബേൺ ചെയ്താൽ 1 more കാർബൺ ഡയോക്സൈഡ് കിട്ടും, 2 moles of ഹൈഡ്രജൻ വാട്ടറും കിട്ടും. ദാറ്റ് ഈസ് അണ്ടർസ്റ്റുഡ്. വാട്ടർ ഗ്യാസ് ആയിട്ടാണ് കിട്ടുക. ഓക്കെ, അപ്പോൾ ഇതിലിപ്പം നമ്മുടെ അടുത്ത് പറഞ്ഞിരിക്കുന്നത് ഇതാണ്, സ്റ്റോയിഷ്യോമെട്രിക് പ്രൊപ്പോർഷൻ ഓഫ് ഓക്സിജൻ ആണ്, കംപ്ലീറ്റ് കമ്പഷനുമാണ്. അപ്പോൾ അത് രണ്ടും സ്പെസിഫൈഡ് ആണെങ്കിൽ തന്നെ ദാറ്റ് ഈസ് സഫിഷ്യൻറ്റ് ടു ഫൈൻഡ് ദി പ്രൊഡക്റ്റ് ഫ്ലോ റേറ്റ് ആൻഡ് കമ്പഷൻ. അപ്പം പ്രൊഡക്ട്സിൽ എത്ര കാർബൺ ഡയോക്സൈഡും എത്ര വാട്ടറും ഉണ്ടെന്ന് കണ്ടുപിടിക്കാൻ ആ തന്നിരിക്കുന്ന ഡാറ്റ തന്നെ മോർ ദാൻ ഇനഫ് ആണ്. സോ ദാറ്റ് ഈസ് ഓൾ. അപ്പം നമുക്ക് അഡീഷണൽ സ്പെസിഫിക്കേഷൻ്റെ ഒന്നും ആവശ്യമില്ല. വി ഡോണ്ട് റിക്വയർ എനി അഡീഷണൽ സ്പെസിഫിക്കേഷൻ. സോ ഇറ്റ് ഈസ് ഓപ്ഷൻ എ 0. നോ അഡീഷണൽ സ്പെസിഫിക്കേഷൻ ഈസ് റിക്വയർഡ്. അപ്പം ചില കേസസിൽ നമുക്ക് ചിലപ്പോൾ എക്സസ് ഓക്സിജനിൽ ബേൺ ചെയ്യുന്നു, അല്ലെങ്കിൽ ഇൻകംപ്ലീറ്റ് കമ്പഷനാണ്, അപ്പോൾ സൈഡ് സ്ട്രീം പ്രൊഡക്ട്സ് ഉണ്ടാവും, അപ്പം കാർബൺ മോണോക്സൈഡ് ഉണ്ടാകാം. അപ്പം അങ്ങനത്തെ കേസൊക്കെ വന്നാൽ വി റിക്വയർ അഡീഷണൽ ഡേറ്റ ടു സോൾവ് ദി പ്രോബ്ലം. അപ്പോൾ ഈ ക്വസ്റ്റ്യനിൽ നമുക്ക് വേറെ ഒന്നും വേണ്ട. ഓൾ ദി സഫിഷ്യൻറ്റ് ഡേറ്റ ആർ ഗിവൺ. ഒൺലി തിങ് വി നീഡ് ടു അസ്യൂം എ ബേസിസ്. തുടങ്ങാനൊരു സ്റ്റാർട്ടിംഗ് പോയിന്റ് വേണം, അതിനൊരു ബേസിസ് മാത്രം അസ്യൂം ചെയ്താൽ വി ക്യാൻ സോൾവ് ദി പ്രോബ്ലം. ഓക്കെ, അപ്പോൾ ഓപ്ഷൻ എ 0 വിൽ ബി ദി റൈറ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഹീറ്റ് ഓഫ് ഡാഷ് ഓഫ് എ ഫ്യൂവൽ ഇസ് കോൾഡ് ആസ് ഇറ്റ്സ് കലോറിഫിക് വാല്യൂ. അപ്പോൾ അത് ഒരു പ്രിറ്റി സ്റ്റാൻഡേർഡ് ക്വസ്റ്റ്യൻ തന്നെയാണ്, പലവട്ടം കണ്ടതായിരിക്കും. ഇറ്റ് ഇസ് സിംപ്ലി ദി ഹീറ്റ് ഓഫ് കമ്പസ്റ്റൻ. ഇപ്പോൾ ഒരു ഫ്യൂവൽ നമുക്ക് കമ്പസ്റ്റ് ചെയ്യുമ്പോൾ എത്ര എനർജി കിട്ടുന്നുണ്ടോ ദാറ്റ് ഈസ് കോൾഡ് ആസ് ദി കലോറിഫിക് വാല്യൂ ഓഫ് എ ഫ്യൂവൽ. അപ്പോൾ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പോൾ നമ്മൾ കെറസീൻ, ഡീസൽ, പെട്രോള്, അതുപോലെ കോള്, അങ്ങനത്തെ ഫ്യൂവൽസ് ഒക്കെ എടുക്കുമ്പോൾ അതിൻ്റെ കലോറിഫിക് വാല്യൂസാണ് നമ്മൾ കമ്പയർ ചെയ്യുന്നത്. അപ്പം ഹയർ ദി കലോറിഫിക് വാല്യൂ ബെറ്റർ വിൽ ബി ദി ഫ്യൂവൽ. അപ്പോൾ അതാണ് അതിൻ്റെ ഒരു ഐഡിയ. അപ്പോൾ ഓപ്ഷൻ ബി കമ്പസ്റ്റൻ വിൽ ബി ദി റൈറ്റ് ആൻസർ. നെക്സ്റ്റ്, വൺ ഓഫ് ദി സ്പെസിഫിക് ഗ്രാവിറ്റി സ്കെയിൽസ് ഇസ് ബ്രിക്സ് യൂസ്ഡ് സ്പെസിഫിക്കലി ഫോർ ഷുഗർ സൊല്യൂഷൻ. അതിൻ്റെ ഡെഫിനിഷൻ എന്താണെന്നാണ് ചോദ്യം. അപ്പോൾ അതും ഒരു നോളജ് ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. അതൊരു കൺവേർഷൻ അറിഞ്ഞിരുന്നാൽ മാത്രം ചെയ്യാൻ പറ്റുന്നൊരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഷുഗർ ഇൻഡസ്ട്രിയിലെ നമ്മുടെ ബിയർ, വൈൻസ്, അങ്ങനത്തെ മെറ്റീരിയൽ, പിന്നെ ഷുഗർ സൊല്യൂഷൻസ്, ഷുഗർ ജ്യൂസ്, ഫ്രഷ് ജ്യൂസസ്, അങ്ങനത്തെ, അല്ലെങ്കിൽ കോൺസെൻട്രേറ്റ്സ് ഫ്രം എനി ഫ്രൂട്ട്സ്. അപ്പോൾ അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഫോർ എ കമ്പാരിസൺ, അല്ലെങ്കിൽ ആസ് എ ലെവൽ ഓഫ് ഇറ്റ്സ് ക്വാളിറ്റി, അതിൻ്റെ ക്വാളിറ്റി ഡിറ്റർമിൻ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു സ്പെസിഫിക് ഗ്രാവിറ്റി സ്കെയിലാണ് ദി ഡിഗ്രി ബ്രിക്സ് സ്കെയിൽ.
BRIX എന്നാണ്. അതൊരു US ബേസ്ഡ് സ്കെയിലാണ്. US-ലാണ് അത് ഫോർമുലേറ്റ് ചെയ്തത് ആദ്യം. അപ്പം ദാറ്റ് ഈസ് ദി ഇൻ്റർനാഷണലി അക്സെപ്റ്റഡ് സ്കെയിൽ ഫോർ മെഷറിങ് സ്പെസിഫിക് ഗ്രാവിറ്റി ആൻഡ് ഇറ്റ് ഷോസ് ദി ക്വാളിറ്റി അല്ലെങ്കിൽ പ്യൂരിറ്റി ഓഫ് എ ഷുഗർ സൊല്യൂഷൻ. അപ്പോൾ അതുതന്നെയാണ് ഇറ്റ്സ് റിഫ്രാക്ഷൻ ഒക്കെ, റിഫ്രാക്ടോമെട്രി ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ടതാണ്. അതിൻ്റെ ഒപ്റ്റിക്കൽ റൊട്ടേഷൻ അതുമൊക്കെ ആയിട്ട് റിലേറ്റഡ് ആണ്. അപ്പം അതിൻ്റെ ഡെഫിനിഷൻ ദാറ്റ് വിൽ ബി 400 ഡിവൈഡഡ് ബൈ സ്പെസിഫിക് ഗ്രാവിറ്റി മൈനസ് 400. ഓക്കെ, സോ ദിസ് ഇസ് ദി definition of a brick scale. 400 divided by specific gravity minus 400 is equal to degree bricks. So ഈ specific gravity അറിയാലോ, specific gravity of Sg of substance divided by specific gravity of water at the same temperature. അതാണ് ഡിനോമിനേറ്ററിലുള്ള G. And if you know the specific gravity, you can convert the specific gravity to degree bricks using this relation. So option A will be the right answer. Bricks is equal to 400 divided by G minus 400. അതുപോലത്തെ വേറെ സ്കെയിൽ റീമർ, RAUMER എന്നൊരു സ്കെയിൽ ഉണ്ട്. അതുപോലത്തെ സ്പെസിഫിക് ഗ്രാവിറ്റി API, ഡിഗ്രി API ഇത് പെട്രോളിയം പ്രൊഡക്ട്സിന് ഉപയോഗിക്കുന്നതാണ്. അമേരിക്കൻ പെട്രോളിയം ഇൻസ്റ്റിറ്റ്യൂട്ട് ഡിഗ്രി ഓഫ് പെട്രോളിയം ഫോർ പെട്രോളിയം. സോ അങ്ങനത്തെ കുറച്ച് കൺവെർഷൻസ് ഉണ്ട് ഫോർ സ്പെസിഫിക് ഗ്രാവിറ്റി, അല്ലെങ്കിൽ സ്റ്റാൻഡേർഡായിട്ട് ഇൻഡസ്ട്രിയിൽ യൂസ് ചെയ്യുന്ന കുറച്ച് കൺവെർഷൻസ് ഉണ്ട്. അപ്പോൾ അത് ഓർത്തിരുന്നാൽ വെൽ ആൻഡ് ഗുഡ്. ഇതുപോലത്തെ ഡയറക്റ്റ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ചോദിച്ചാൽ യു ക്യാൻ അറ്റംപ്റ്റ് ഈസിലി. ദെൻ ഇതൊരു യൂണിറ്റ് കൺവെർഷൻ ക്വസ്റ്റ്യൻ ആണ്. ദി ഡെൻസിറ്റി ഓഫ് എ ലിക്വിഡ് ഇസ് 1500 kg/m³. ഇറ്റ്സ് വാല്യൂ ഇൻ ഗ്രാം പെർ ലിറ്റർ ഇസ് ഈക്വൽ ടു. വളരെ സിമ്പിളാണ്. യൂണിറ്റ് കൺവെർഷൻ കൺഫ്യൂഷൻ ഇല്ലാതെ അറിയാമെങ്കിൽ യു ക്യാൻ ഡു ഇറ്റ് വെരി ഈസിലി. അപ്പം 1500 kg/m³ ആണ്. ഇതിനെ എനിക്ക് ഗ്രാം പെർ ലിറ്ററിലേക്ക് മാറ്റണം. അപ്പം ഞാൻ ആദ്യം കിലോഗ്രാമിനെ മാറ്റുകയാണ്. അപ്പം കിലോഗ്രാം എനിക്ക് ക്യാൻസൽ ചെയ്ത് പോകണം. അപ്പം ഞാൻ ഒരു കിലോഗ്രാമിനെ ഡിനോമിനേറ്ററിലേക്ക് വരുത്തുകയാണ്. അപ്പം 1 kilogram is equal to 1000 grams. അപ്പോൾ ഞാൻ ഇങ്ങനെ ഒരു മൾട്ടിപ്ലിക്കേഷൻ ഫാക്ടർ എടുത്താൽ കിലോഗ്രാം എനിക്ക് ക്യാൻസൽ ചെയ്യാം. നെക്സ്റ്റ് സ്റ്റെപ്പിൽ മീറ്റർ ക്യൂബ് ഡിനോമിനേറ്ററിലാണ്. അപ്പോൾ എനിക്ക് മീറ്റർ ക്യൂബിനെ ന്യൂമറേറ്ററിലേക്ക് വരുത്തിയിട്ട് ലിറ്ററിനെ ഡിനോമിനേറ്ററിൽ കൊണ്ടുവരുത്തണം. അപ്പം 1 meter cube is equal to 1000 liter. അപ്പം ഇങ്ങനെ ഒരു മൾട്ടിപ്ലിക്കേഷൻ ഞാൻ ചെയ്താൽ മീറ്റർ ക്യൂബ് എനിക്ക് ക്യാൻസൽ ചെയ്യാം. കിലോഗ്രാം കളയാം, മീറ്റർ ക്യൂബും കളയാം. വോട്ട് ഐ എം ലെഫ്റ്റ് വിത്ത് ഇസ് ഗ്രാം പെർ ലിറ്റർ. ഓക്കെ, അപ്പോൾ അങ്ങനെയാണ് യൂണിറ്റ് കൺവെർഷൻ എളുപ്പമായിട്ട് ചെയ്യുന്നത്. ആൻഡ് ഈ കൺവെർഷൻസ്, അതായത് 1 kilogram 1000 gram ആണെന്നും 1 meter cube 1000 liter ആണെന്നും ഉള്ള ആ ഇൻഫർമേഷൻ അത് നമ്മുടെ കയ്യിൽ ഉണ്ടായിരിക്കണം. ദാറ്റ് ഈസ് വെരി ബേസിക്, വളരെ സിമ്പിളായിട്ടുള്ള റിലേഷനാണ്. ദാറ്റ് മസ്റ്റ് ബി നോൺ. അപ്പോൾ ഇനി ഇത് കുറച്ചുകൂടെ സിംപ്ലിഫൈ ചെയ്താൽ ഒന്നുമില്ല. 1000 അഗെയിൻ ഇറ്റ് വിൽ ക്യാൻസൽ ഔട്ട്. അപ്പോൾ എല്ലാം ക്യാൻസൽ ചെയ്ത് പോയി. സോ ദി ആൻസർ വിൽ ബി 1500 gram per liter. അപ്പം 1500 kg/m³ is equal to 1500 gram per liter. So option D, 1500, 1500 will be the right answer. A simple case of unit conversion. Okay, so that's all. Thank you.